ഇന്ന് ശരിക്കും എക്സ്പ്ലോർ കേരളയുടെ വേറൊരു എപ്പിസോഡാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ യാത്രയുമായി ബന്ധമില്ല എന്നുണ്ടെങ്കിലും നമ്മൾ യാത്രയിൽ പല സ്ഥലങ്ങളിലും കാണുന്ന ഒരു സാധനമുണ്ട്, ഡ്രീം ക്യാച്ചർ എന്ന് പറയുന്ന ഒരു സാധനം. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു വട്ടം ഷേപ്പിനകത്ത് ഇങ്ങനെ നൂലുകളൊക്കെ ഇങ്ങനെ കെട്ടി വല പോലെ കെട്ടി അതിൽ കുറച്ച് മുത്തുകളും തൂവലുകളും ഒക്കെ തൂക്കി കിടക്കുന്നൊരു സാധനം കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ നോക്കിയപ്പം ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതിനെ ഡ്രീം ക്യാച്ചർ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ സ്വപ്നങ്ങൾ പിടിച്ചെടുക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഗോത്ര സമൂഹത്തിനുള്ളിൽ ഈ നമ്മളൊക്കെ സ്വപ്നങ്ങൾ കാണുന്നത് നമുക്ക് ഈ നമ്മളുടെ ജീവിതത്തിനെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളും ഒത്തിരി ആഗ്രഹങ്ങളും മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് നമ്മളെല്ലാം സ്വപ്നങ്ങൾ കാണുന്നത്. എന്നാൽ ഈ ഗോത്ര സമൂഹത്തിൽ പല ഗോത്ര സമൂഹത്തിലും അവിടെയുള്ള ആൾക്കാർ സ്വപ്നങ്ങൾ അങ്ങനെ കാണാറില്ല. കാര്യം അവർക്ക് നമ്മളെ പോലെ വലിയ ഡ്രീംസ് ഇല്ല. സത്യം പറഞ്ഞാൽ അവർ വളരെ മനസ്സമാധാനത്തോടെയാണ്. അവർക്ക് വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്ന് നമ്മൾ തോന്നുമെങ്കിലും അവരൊക്കെ വളരെ മനസ്സമാധാനത്തോടെ ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഡ്രീംസ് ഇല്ല. പിന്നെ അഥവാ അവരങ്ങനെ എന്തെങ്കിലും ഡ്രീം കാണുന്നുണ്ടെങ്കിൽ തന്നെ അവർക്കത് ഭയങ്കര പേടിയാണ്. അപ്പം അങ്ങനത്തെ ഡ്രീമുകൾ അവർക്ക് കാണാതിരിക്കാൻ ഈ പറയുന്ന കലാപരമായിട്ട് ചെയ്യുന്ന ഈ ഒരു സാധനം ഡ്രീമുകളെല്ലാം പിടിച്ചെടുക്കും എന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡ്രീം ക്യാച്ചർ എന്ന് പറയുന്ന ഈ ഒരു സാധനം ഉണ്ടാക്കുന്നത്. ഇപ്പം നമുക്ക് കടകളിലും ചില കടകളിലൊക്കെ ചെല്ലുമ്പോൾ അത് തൂക്കിയിട്ടേക്കുന്ന കാണാം. ചിലപ്പം ഈ ഇൻ്റർനെറ്റിലാണെങ്കിൽ ഇഷ്ടംപോലെ വെബ്സൈറ്റുകളിൽ ഈ സാധനം തന്നെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ ഇന്നൊന്ന് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ തൂവലുകളാണ്. അപ്പം നമ്മൾ ഇപ്പം നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ഒരു ഗ്രാമപ്രദേശമാണ്. ഇവിടെ മയിലുകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ മയിലുകളെല്ലാം വൈകുന്നേരം വന്നിരിക്കുന്ന ചില മരങ്ങളുണ്ട്. അപ്പോൾ ആ മരങ്ങളുടെ ഒരു അടുത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ കുട്ടൂസുകളെല്ലാം ഉണ്ട്. അവധി ആയതുകൊണ്ട് എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ രാവിലെ കുറച്ച് കിളികളുടെ തൂവൽ, അതായത് കൂടുതലും മയിലിൻ്റെ തൂവൽ കളക്ട് ചെയ്യാൻ വന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആ സാധനം ഉണ്ടാക്കുന്നുണ്ട്. ആ സാധനം ഉണ്ടാക്കുന്നതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വീടുകളിലിടാം. നമുക്ക് ഈ യാത്രകളിൽ നിന്നും കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൊണ്ട് നമ്മൾ ഒരു ഡ്രീം ക്യാച്ചർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഐഡിയ. അപ്പോൾ ഇതിനകത്തൊന്നും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനങ്ങളും ഇല്ല. കുറേ ചരട്, പിന്നെ ഒരു വട്ടം റിങ് ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ, പിന്നെ കുറച്ച് പൊട്ടിയ മാലകളിലെ മുത്തുകൾ, പിന്നെ കുറച്ച് നല്ല തൂവലുകൾ. അപ്പം ഞങ്ങളിത് കളക്ട് ചെയ്യുവാണ്. ഞാനെടുത്ത മയിൽപ്പീലിയാണ്. ഇവിടെ നിന്ന് കിട്ടിയ ഷെല്ലാണ്, നല്ല ഭംഗിയുള്ള ഷെല്ലുകളാണ്. ഇത് നമ്മൾ ഇതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ഉൾപ്പെടുത്താം. നല്ല രസമായിരിക്കും. അപ്പോൾ കുട്ടൂസുകളുമായിട്ട് കുറേ മയിൽപ്പീലികൾ പറക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പതുക്കെ ഒരു ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാനായിട്ട് പോകുന്നു. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളും കൂടെ കാണുക. ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കുന്നതിൻ്റെ മേലത്തെ റിങ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ റോസ് കഷ്ണം എടുത്ത് മുറിച്ച് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണം ഇതിനകത്ത് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇത് മുഴുവനും നമ്മൾ ഈ ചാക്കേരുടെ വെച്ച് ചുറ്റും
എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് വല പോലുള്ള ഡിസൈൻ ചെയ്യും. അപ്പോൾ നമ്മൾ പണി പതുക്കെ തുടങ്ങുവാണ്. ഇങ്ങനെ നമ്മളൊരു കമ്പയിലോട്ട് ചണം ചുറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ചുറ്റിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. കുറേ നേരമായി, ഏകദേശം പകുതി ആകുന്നതേ ഉള്ളൂ. കംപ്ലീറ്റ് ഇങ്ങനെ ചുറ്റി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് ലെവൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ഈ റൗണ്ടിൻ്റെ കംപ്ലീറ്റ് ലെങ്ത് എടുക്കണം. എന്നിട്ട് അതിനെ 6ആയിട്ടോ 7ആയിട്ടോ ഡിവൈഡ് ചെയ്തിട്ട് ആ പറയുന്ന മെഷർമെൻറ്റ് നമ്മൾ ഇങ്ങനെ ചെറിയ രീതിയിലൊന്ന് മാർക്ക് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് പാറ്റേണിനകത്ത് ആ ജോയിൻറ്റ് വെച്ചിട്ടാണ് നമ്മളിത് ചുറ്റേണ്ടത്. കാര്യം ആ ഒരു അളവ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇത് നമ്മൾ ബാക്കി ചെയ്ത് വരുമ്പോൾ ഭംഗിയാകത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ ഓരോരുത്തർക്കൊരു ചെറിയ മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആ മാർക്ക് അനുസരിച്ച് ഇത് ചുറ്റുവാണ്. ഒരിടം എടുത്തു, ഇവിടെ ഇങ്ങനെയാണ് ആ പാറ്റേൺ വരുന്നത്. ഇങ്ങനെ എടുക്കുന്നു നമ്മൾ. പിന്നെ ഇവിടെ കൂടെ തന്നെ ചുറ്റി ഇതിനകത്തൂടെ അടുത്ത ജംഗ്ഷനിലോട്ട് പോകുന്നു. അവിടെയും നമ്മൾ ഇതിങ്ങനെ തന്നെ മുറുക്കുന്നു. എന്നിട്ട് നമ്മൾ പിന്നെ ഇതിനകത്തൂടെ എടുത്തിട്ട് ഇതിനകത്തൂടെ എടുക്കുന്നു. ഇത് ശരിക്കും ഇങ്ങനെ ക്രോസ് ഇങ്ങനെ കെട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ കെട്ടിൻ്റെ നടുവശത്ത് നിന്നും അടുത്ത കെട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനത്തെ ഒരു കോമ്പിനേഷനാണ് ഇത് ചെയ്യേണ്ടത്. കെട്ടി ഇത്രയായി. നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം കെട്ടും. പിന്നെ ആ ചരടിൻ്റെ നടുവശത്ത് നിന്ന് അടുത്ത ചരടിൻ്റെ നടുവശം കെട്ടണം. അങ്ങനെ കെട്ടുമ്പോഴുണ്ടാകുന്ന ഒരു ഷേപ്പാണിത്. ഇങ്ങനെ കെട്ടി ഇതിൻ്റെ കംപ്ലീറ്റ് വിടവുകൾ നമ്മൾ ഫില്ല് ചെയ്ത് വരണം. നമുക്ക് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് നമ്മളിങ്ങനെ തൂവലുകളിൽ നിന്നും സെലക്ട് ചെയ്ത് ഒരു 5 സെറ്റ് തൂവൽ ഇങ്ങനെ എടുക്കണം. എന്നിട്ടത് നമ്മൾ നൂല് വെച്ച് കെട്ടിയിട്ട് മേള് വെച്ചത്ത് ഒരു തുള്ളി ഫെവിക്കോൾ വെക്കുന്നത് നല്ലതായിരിക്കും. ഒരുവിധം കളർ കോമ്പിനേഷൻസ് സെയിം ആയത് നോക്കുക, തൂവലുകളുടെ കളറ് അങ്ങനെയുള്ളത്. അപ്പോൾ ഇവിടെ മയിലിൻ്റെ തൂവലുകളും കൊക്കിൻ്റെ തൂവലും ഒരുപാട് അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ മയിലിൻ്റെ തൂവലിൻ്റെ ചെറിയ പീല്, മയിലിൻ്റെ വളരെ ഒരു ചെറിയ പീലിയാണ്, ഭയങ്കര ഭംഗിയാണ്. ഈ ഷെല്ലെടുത്ത ശേഷം ഇതിന് ചെറിയൊരു ഹോളിടും. നമ്മൾ ഒരു സൂചി വെച്ച് ഇങ്ങനെ ഒരു ഹോൾ ഇടും. ഈ ഹോൾ ഇട്ടിട്ട് ഇതിലൂടെ ഒരു നൂല് കോർത്ത് നമുക്ക് ഇവിടെ കിട്ടിയൊരു വളയുണ്ട്, കുറച്ച് വളകളുണ്ട്. അപ്പോൾ വളകളിൽ ഇതിങ്ങനെ കിട്ടും. ചരട് മറ്റേ നേരത്തെ എടുത്ത തൂവലിനകത്തൂടെ കോർത്ത് ചങ്കിനകത്തൂടെ എടുത്ത് ഇങ്ങനെ കിട്ടും. അപ്പം ഇങ്ങനെ ഒരു റൗണ്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ചരടൻ ഇവിടുന്ന് കിട്ടിയ വള, പിന്നെ ഒരു ബട്ടൺസ്, തടിയുടെ ബട്ടൺസാണ്, അതും എല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ ഭംഗിയായിട്ടിട്ടു.
ഈ ചരട് ഇങ്ങനെ ഈ ശംഖിനകത്തുകൂടാണ് വലിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചരടിൻ്റെ കെട്ട് കാണത്തില്ല. അതുപോലെ തന്നെ ഈ തൂവൽ കെട്ടിയിരിക്കുന്നതും ചരട് ഇതിനകത്തൂടെ വലിച്ചിരിക്കുന്നു. അപ്പം ഡ്രീം ക്യാച്ചർ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു ഓസാണ്, ഞാൻ നേരത്തെ കാണിച്ച പോലെ. അതിനകത്ത് മുഴുവൻ നമ്മുടെ ചണം ചുറ്റിയെടുത്തതാണ്. പിന്നെ ഇതിൻ്റെ നടുക്ക് കാണുന്നത് നമുക്ക് ഇവിടുന്ന് ആരുടെയോ ഉപേക്ഷിച്ച ഒരു ലോക്കറ്റാണ്. പിന്നെ ഇത് നമ്മുടെ ഇവിടെ ഈ തമിഴ്നാട്ടിലൊക്കെ തന്നെയും കിട്ടുന്ന ഒരു കൊച്ചു ശംഖാണ്. ഇത് കരയിലുള്ള ഏതോ ഒരു ഒച്ചിൻ്റെ തോടാണ്. ഈ വേനൽക്കാലമായി കഴിഞ്ഞാൽ നമ്മൾ ഈ തമിഴ്നാട്ടിൽ എവിടെ നടന്നാലും ഇത്ര ശംഖുകൾ ഇവിടെ കിടക്കുന്ന കാണാം. അപ്പോൾ അതാണ് ഈ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു വള, പിന്നെ ഒരു ബട്ടൺസ്, അത് ഇവിടെ നിന്ന് തന്നെ കിട്ടിയ ഒരു ബട്ടൺസാണ്. എൻ്റെ താഴെ മയിലിൻ്റെ തൂവലാണ് എടുത്തിരിക്കുന്നത്. മയിലിൻ്റെ തൂവൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ചെറിയൊരു മയിൽപ്പീലിയാണിത്. നമ്മൾ പറയുന്ന പോലെ മറ്റേ വലിയ ടൈപ്പ് മയിൽപ്പീലി, പക്ഷെ ചെറിയൊരു മയിൽപ്പീലിയെ തന്നെ മയിൽപ്പീലിയുടെ എല്ലാ ഡിസൈനും ഉള്ളതാണ്. അപ്പോൾ അതെല്ലാം കൂടെ വെച്ച് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡ്രീം ക്യാച്ചർ. അപ്പം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അതിൻ്റെ അടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്. ബെല്ലൈക്കൺ ക്ലിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇനിയും വീഡിയോ ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ യാത്രയിൽ ഇതുപോലെ കണ്ടെത്തുന്ന സാധനങ്ങളെല്ലാം നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. നിങ്ങളുടെ സഹകരണം ഞങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷ കൊടുക്കും. തൽക്കാലം ബൈ.